തരില്ല കുഞ്ഞേ ഭിക്ഷ, തരാം നിനക്കൊരു ബാല്യം. മുരുകന് പറയാതിരിക്കാനാവില്ല. തെരുവിന്റെ കറുത്തേടുകളിൽ നിന്ന് കാരുണ്യത്തിന്റെ ലോഹയണിഞ്ഞ മാവൂരി സച്ചനാൽ കണ്ടെടുക്കപ്പെട്ടവനാണ് മുരുകൻ. 9-ാം വയസ്സിൽ സ്നേഹഭവനിൽ സനാഥനായി, പിന്നെ ഓട്ടോക്കാരനായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുരുകൻ 2000-ഓളം കുരുന്നുകളെയും 3000-ഓളം വികലാംഗരെയും കണ്ടെടുത്ത് സംരക്ഷണം ഏർപ്പെടുത്തി. ബോധവൽക്കരണ സന്ദേശവുമായി 500-ലേറെ ഫോട്ടോ എക്സിബിഷനുകൾ. ഒടുവിൽ കലാമാമാങ്കവേദിയിലും മുരുകനെത്തി. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ ഒരു ഉത്സവമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥലത്ത് എത്തപ്പെടാൻ കഴിയാതെ തെരുവിൽ തന്നെ ജനിച്ച് തെരുവിൽ തന്നെ മരിക്കുന്ന, തെരുവിൽ കിടന്ന് ദുരിതമനുഭവിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിനായി തെരുവിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ വേദനകളും അവരുടെ വിഷമങ്ങളും അവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം ഈ വേദികളിൽ വരുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർക്കും കാണാനൊരു ഇടയാക്കാൻ വേണ്ടിയാണ് ഇത് ഇവിടെ നടത്താനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. മുരുകന്റെ ശ്രമങ്ങൾക്ക് സംവിധായകൻ പ്രിയനന്ദന്റെ പിന്തുണ. ഒരു തെളിച്ചമുള്ള ഒരു മനസ്സ് കാണാനാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എത്ര പേരുണ്ടാവും തിരിഞ്ഞു നോക്കാതെ പോവുള്ളൂ. ഒരു വീണ് കിടക്കുന്ന ആളുകളെ തിരിഞ്ഞു നോക്കാതെ പോവുക, അല്ലെങ്കിൽ പുഴുവരിച്ച് കിടക്കുന്നവരെ കൊണ്ടുപോകാതിരിക്കുക. അപ്പോൾ അതിനൊക്കെ പോവുക, പിന്നെ അവരെ ശുശ്രൂഷിക്കാനൊക്കെ കഴിയുന്ന ഒരു കാര്യം കണ്ടെത്താൻ കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അനാഥ ബാല്യങ്ങൾക്ക് തണൽമരമായി പൂത്തുനിൽക്കുകയാണ് മുരുകൻ. ക്യാമറാമാൻ റോണി ജേക്കബിനൊപ്പം KP സബിൻ, ജയ്ഹിന്ദ് ന്യൂസ്.